പവർ റൂം പിരിച്ചുവിടാൻ പോവുകയാണോ? അതായത് ഇനി പവർ റൂം ഇല്ലേ? നമ്മുടെ പഴയ ബിഗ് ബോസിലെ പോലെ തന്നെ വീക്ക്ലി ടാസ്കും ഡെയിലി ടാസ്കും ഒക്കെ കൊണ്ട് നമ്മുടെ പഴയ ബിഗ് ബോസ് തിരിച്ചു വരാൻ പോവുകയാണോ? ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? മദേഴ്സ് ഡേ ആണെന്ന്, അതിൻ്റെ സ്പെഷ്യൽ ആണോ? 2 പ്രൊമോ വന്നിട്ടുണ്ട്, മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പറയാം, പവർ റൂമിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ കുറേ പേരുടെ പോസ്റ്റുകളും ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണുന്നതിൽ പവർ റൂം പിരിച്ചുവിടാൻ പോകുന്നു, ഇനി പവർ റൂം കൺസെപ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പവർ റൂം പിരിച്ചുവിട്ടോ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. ഇന്നലെ ഈ സംഭവം എവിടെ നിന്നാണ് പൊങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ലാലേട്ടൻ എപ്പിസോഡിൽ പറയുന്നുണ്ട്, നാളെ പവർ റൂമിനെ കുറിച്ചിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, കുറച്ച് നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിഗ് ബോസിൽ ഇപ്പോൾ 63ാമത്തെ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇനി പറയുമ്പോൾ ഒരു 37 ദിവസം സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പവർ റൂം വെച്ചിട്ടും കാര്യമില്ല, അതിനകത്തുള്ളവരൊക്കെ സേഫായി പോകും എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് പവർ റൂം പിരിച്ചുവിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് ചിലപ്പോൾ ലാലേട്ടൻ പറയുമായിരിക്കാം, ഇതാണ് പവർ റൂമിൻ്റെ അവസാനത്തെ ആഴ്ച, ഇനി പവർ റൂം ഇല്ല, ഡെന്നും നെസ്റ്റും ടണലൊക്കെ ഉണ്ട്, പവർ റൂമിന് ഇല്ല എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. അതായത് എല്ലാവർക്കും എവിടെ വേണമെങ്കിലും കിടക്കാം, എവിടെ വേണമെങ്കിലും കയറാം, അങ്ങനെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെ കിടക്കാം, എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും, പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ടും കൂടെ നോമിനേറ്റ് ചെയ്യാം. അപ്പം ഉള്ളൊരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ബിഗ് ബോസ് പോലെ ക്യാപ്റ്റൻ മാത്രം സേവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ടാസ്ക് കൊടുത്തിട്ട് അയാൾ മാത്രം സേവ്, ബാക്കിയുള്ളവരൊക്കെ നോമിനേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല, ഞാൻ സീസൺ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞതാണ്. ഇതുപോലെ 4 ബെഡ്റൂം കൺസെപ്റ്റൊക്കെ വരുന്ന സമയത്ത് 50 ദിവസമേ ഇത് ഓടത്തുള്ളൂ. അതിനുശേഷം ഈ പറഞ്ഞ കണക്ക് റൂം ഡിവൈഡ് ചെയ്യുമ്പോൾ ആളുകൾ കാണത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഞാനന്ന് അങ്ങനെ പറഞ്ഞത്? മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇത് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പവർ റൂമോ ഡെന്നോ നെസ്റ്റോ ആണല്ലോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് മുന്നേ ഞാൻ പറഞ്ഞ സാധനമാണ് 4 ബെഡ്റൂം കൺസെപ്റ്റ് 50 ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകില്ല എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് കണ്ടസ്റ്റൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന 63 ദിവസം വരെ എങ്കിലും അത് ഓടിയത്. അപ്പം ഇനി അതെടുത്ത് മാറ്റിക്കളഞ്ഞാൽ സന്തോഷം. പക്ഷെ അത് മാറ്റുവാണെങ്കിൽ നടക്കാൻ പോകുന്ന സാധനം നമ്മുടെ വീക്ക്ലി ടാസ്ക് തിരിച്ചു വരും. 2 ഗ്രൂപ്പായിട്ട് തിരിയും. വീട് ഫുള്ളും 2 ഗ്രൂപ്പാകും. ഇപ്പം 4 ഗ്രൂപ്പാണെങ്കിൽ രണ്ടെണ്ണം വെച്ചതായി ഇങ്ങനെ മെർജായി ഈ 2 ഗ്രൂപ്പുകളായിട്ട് മാറും. കളി സൂപ്പർ ആയിരിക്കും. കുറച്ചുകൂടി നമ്മുടെ പഴയ ബിഗ് ബോസ് വരുമ്പോൾ മാറ്റങ്ങൾ വരും. പിന്നെ ഇന്ന് അതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. ഞാൻ 100% ഒന്നും പറയുന്നില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഞാൻ എന്തായാലും നിങ്ങളോട് പറയാം, ഈ പറയുന്ന പവർ റൂം പിരിച്ചുവിട്ടോ കാര്യങ്ങളൊന്നും എന്തായാലും നമുക്ക് പിരിച്ചുവിട്ടുന്നതും അധിക പ്രതീക്ഷയൊന്നും വേണ്ട. എന്നാലും നമുക്ക് ചെറുതായിട്ടൊരു ഹോപ്പ് കൊടുത്തിരിക്കാം. ഇന്നും നടക്കാൻ പോകുന്നത് ഞാൻ അറിഞ്ഞ ഇന്ന് മദേഴ്സ് ഡേയുടെ സംഭവങ്ങൾ തന്നെയാണ്. മദേഴ്സ് ഡേയുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട്. അപ്പം അവരുടെ വിഷ് ചെയ്യുന്ന സംഭവങ്ങൾ, അപ്പോൾ വിഷ് ചെയ്തിട്ട് അവർക്ക് എന്താണ് മദേഴ്സിനോട് തിരിച്ച് പറയാനുള്ളത്, അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഇവൻ അഭിഷേകിൻ്റെ കേസിൽ പറയുമ്പോഴത്തേക്കും അഭിഷേകൊക്കെ ചെറുതിലെ അമ്മ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ, കൈപ്പേറിയ ഓർമ്മകൾ, വിഷമങ്ങൾ, അമ്മയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുമ്പോഴുള്ള സംഭവങ്ങൾ, അതെല്ലാം ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ മോസ്റ്റ്ലി പറയാൻ പോകുന്ന. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ അങ്ങ് പോകും. കാരണം എല്ലാവരുടെ വീഡിയോയും കാണിക്കും, എല്ലാവരും അമ്മമാരോട് പറയുന്നത് കാണിക്കും. ചിലപ്പോൾ കത്ത് എഴുതിയിട്ട്, ചിലപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ അമ്മമാർക്ക് വേണ്ടി കത്തൊക്കെ എഴുതാൻ പറയത്തില്ലേ, അതുപോലെ ചിലപ്പോൾ ഇത്തവണ അമ്മയോട് എന്താ പറയാനുള്ളത്, ചിലപ്പോൾ 1-2 അമ്മമാരൊക്കെ വിളിച്ചാലും കണക്കായി, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം അറിയുന്നത് മദേഴ്സ് ഡേയുടെ കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഡേയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാന സാധനമാണ് ശ്രീരേഖ എവിക്റ്റാണ്. അത് ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞിരുന്നു. ശ്രീരേഖയും എവിക്റ്റാണ്. നോക്കാം നമുക്കിനി എന്താവും ഏതാവും. ഇതാണ് ഇപ്പം നിലവിൽ ഇത്രയും അപ്ഡേറ്റുകളാണ് അറിയുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നെ വഴിയെ പറയാം അറിയുന്ന മുറയ്ക്ക്. അടുത്ത വീഡിയോ ആയിട്ട് വരപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.